നമ്മുടെ രുചികരമായ സോയാബീൻ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മൂടി തുറക്കുമ്പോ തന്നെ തിളയ്ക്കുന്നതിന്റെ നല്ലൊരു മണം വരുന്നുണ്ട്. മണം മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ബമ്മി ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കത്തെ ലഞ്ചിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ചെയ്യാൻ പോകുന്നത്, സോയാബീൻ വെച്ചിട്ട്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നോക്കിയാലോ. സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരു സോയാബീൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് വേണ്ടത് 2 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട്. കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാൻ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ജീരകവും പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാളയും കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇതെല്ലാം ഓരോ സ്പൂൺ വീതമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, ബാക്കിയെല്ലാം ഓരോ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം ഒന്ന് നന്നായി മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്തോടയട്ടെ. തക്കാളി കൂടുതൽ ചേർക്കണ്ട, ഭയങ്കര ഒരു മധുരവും പുളിയൊക്കെ ആയി പോകും. ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുറുകി വരും. മസാലയൊക്കെ ഒന്ന് പുതവെള്ളം ഒഴിച്ചപ്പോ നന്നായിട്ട് കുറുകി വരാനായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചുറ്റിനും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. സോയാബീൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കരുത്. ഇപ്പൊ തന്നെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മൂടി തുറന്നു നോക്കാം. സോയാബീനില് കുറച്ച് വെള്ളം എന്തായാലും ഉണ്ടാകും. അതൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ സോയാബീൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം. അങ്ങ് ഒഴിച്ച ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചാറിലാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക.
എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന സോയാബീൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചകത്തെ ലഞ്ചിനൊക്കെ ഈ ഒരൊറ്റ കറി മതി. നമുക്ക് വേറൊരു കറി വെക്കേണ്ട ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയാൻ മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ